മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കാനും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത് ഒഴിവാക്കാനുമാണ് അടിയന്തര നടപടി. നിലവിൽ 3 യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഇവ സജ്ജമാണെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പതാക വഹിച്ചുള്ള ശിവാലിക്, നന്ദാദേവി എന്നീ LPG ചരക്ക് കപ്പലുകൾ കഴിഞ്ഞ ദിവസം നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടിരുന്നു. ഖത്തറിൽ നിന്ന് ഏകദേശം 92,700 മെട്രിക് ടൺ ഗ്യാസുമായി വരികയായിരുന്ന ഈ കപ്പൽ വരും ദിവസങ്ങളിൽ ഗുജറാത്തിലെ മുന്ദ്ര, കണ്ട്ല തുറമുഖങ്ങളിലെത്തും. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ കപ്പലുകൾ നാവികസേനയുടെ നേരിട്ടുള്ള സുരക്ഷയിൽ ഈ കടൽപാതയിലൂടെ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയുടെ കൂടുതൽ LPG ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായകരമാകും. ഇന്ത്യ എന്നും ഇറാന്റെ സുഹൃത്തെന്ന് നരേന്ദ്രമോദി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനോട് പറഞ്ഞതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലുണ്ടായിരുന്ന ഇറാനി നാവികരെയും ഇന്ത്യയിൽ കുടുങ്ങിയ ഇറാൻ പൗരന്മാരെയും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ തിരികെ കൊണ്ടുപോകാൻ ഇന്ത്യ സൗകര്യമൊരുക്കിയിരുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള LPGയിൽ തൽക്കാലം ക്ഷാമമില്ല. ഒരു ദിവസം 50 ലക്ഷം വരെ ബുക്കിംഗ് സ്വീകരിക്കാനുള്ള ശേഷിയാണ് 25,000 വരുന്ന ഗ്യാസ് ഏജൻസികൾക്കുള്ളത്. എന്നാൽ ഇന്നലെ ഇത് 87 ലക്ഷമായി ഉയർന്നെന്നും ഇതാണ് പരിഭ്രാന്തി ഉണ്ടാക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പെട്രോളിനും ഡീസലിനും ഒരു കുറവുമില്ലെന്നും ഇത് കണ്ടെയ്നറുകളിൽ ശേഖരിക്കരുതെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വാണിജ്യ സിലിണ്ടറുകളുടെ മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള വിതരണം സംസ്ഥാന സർക്കാരുകൾ തുടങ്ങിയതായും കേന്ദ്രം അറിയിച്ചു. യുദ്ധം എത്രനാൾ നീളും എന്നത് ആർക്കും അറിയാത്ത സാഹചര്യത്തിൽ ഇറാൻ ഇന്ത്യൻ എണ്ണ ടാങ്കറുകളുടെ നീക്കത്തോട് സഹകരിച്ചു തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന് വലിയ ആശ്വാസമാവുകയാണ്. ജനങ്ങളുടെ ദുരിതം പരമാവധി കുറയ്ക്കാനാണ് സർക്കാർ നോക്കുന്നതെന്നും ഇതിനോട് സഹകരിക്കാതെ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും നരേന്ദ്രമോദി ആസമിൽ പറഞ്ഞു. അതേസമയം രാജ്യത്ത് ഉപഭോഗത്തിനായുള്ള LPGയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. പശ്ചിമേഷ്യയാണ് ഇന്ത്യയുടെ പ്രധാന LPG സ്രോതസ്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് പ്രധാന വിതരണക്കാർ. ഇവിടങ്ങളിൽ നിന്നുള്ള LPGയുടെ 90% യുദ്ധബാധിതമായ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. രാജ്യത്തേക്കുള്ള LPG ഇറക്കുമതിയുടെ 29 മുതൽ 34% വരെ ഖത്തറിൽ നിന്നാണ്. പ്രതിവർഷം 53.3 ലക്ഷം ടൺ LPG ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എന്നാണ് കണക്ക്. $404 കോടി ഇടപാടിന്റെ വ്യാപാര മൂല്യം. ഖത്തർ കഴിഞ്ഞാൽ 26% വീതവുമായി UAE 2ാം സ്ഥാനത്തുണ്ട്. കൂടാതെ സൗദി അറേബ്യയും കുവൈത്തും നിർണായക LPG വിതരണക്കാരാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന LPG പ്രധാനമായും കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് ശേഖരിച്ച് വാണിജ്യേതര ആവശ്യത്തിന് വിതരണം ചെയ്യുന്നത്. രാജ്യത്ത് പാചകവാതക ഉപഭോക്താക്കളിൽ 87 മുതൽ 88% ഗാർഹിക ഉപഭോക്താക്കളാണ്. 33 കോടിയിലധികം ഗാർഹിക ഉപഭോക്താക്കൾ ഉണ്ടെന്നാണ് കണക്ക്. 13% വരെയാണ് വാണിജ്യ വ്യവസായ മേഖലയിലെ ഉപഭോഗം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലി കണക്കനുസരിച്ച് 3 കോടിയിലധികം ടൺ LPG ആണ് രാജ്യത്ത് ഉപയോഗിച്ചത്. ഇതിൽ 1.06 കോടി ടൺ മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചത്. ശേഷിക്കുന്നത് ഇറക്കുമതി ആശ്രയിച്ചാണ്. അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കുമ്പോഴും പ്രകൃതിവാതകം സംസ്കരിക്കുമ്പോഴും ലഭിക്കുന്ന പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ ഹൈഡ്രോ കാർബൺ വാതകങ്ങളുടെ മിശ്രിതമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാചകവാതകമായ LPG അഥവാ ദ്രവീകൃത പെട്രോളിയം വാതകം. ഈ വാതകങ്ങൾ ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയാണ് സിലിണ്ടറുകളിൽ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.